ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങൾ. ഫരിസേയനും ചുങ്കക്കാരനും. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുനാഥൻ പറയുന്നത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ അഹങ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ആളുകളോടാണ്. 2 കഥാപാത്രങ്ങളാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ ഉള്ളത്. ഒരു ഫരിസേയനും ഒരു ചുങ്കക്കാരനും. ഈ 2 പേരും ദേവാലയത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ പോവുകയാണ്. ഫരിസേയൻ ദേവാലയത്തിൽ പ്രധാന സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ മറ്റുള്ള പാപികളെ പോലെയല്ല ജീവിക്കുന്നത്, ഞാൻ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ഞാൻ സമ്പാദ്യം ദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ ഓരോന്നായി എടുത്തു കാണിക്കുകയാണ്. 2-ാമത്തെ മനുഷ്യൻ, ചുങ്കക്കാരൻ, ഏറെ ദൂരെ മാറി നിന്നുകൊണ്ട് ഇപ്രകാരം മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. സുവിശേഷത്തിൻ്റെ ഒടുവിലായി യേശുനാഥൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: ഈ ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതിമൽക്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന്. നമ്മളെപ്പോഴും നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുന്നത് മറ്റുള്ള ആളുകളുമായിട്ടാണ്. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും വാർത്തകൾ കാണുമ്പോഴുമൊക്കെ നമുക്കൊരുപാട് സന്തോഷമാണ്. നമ്മളിങ്ങനെ വാർത്തകളിലൊക്കെ കാണുന്ന ആളുകളേക്കാൾ നന്മയുള്ളവരാണ് നാം എന്ന് പലപ്പോഴും നാം ധരിച്ചു വെക്കാറുണ്ട്. അവർ ചെയ്യുന്നത്രയും പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ നല്ലവനായിരിക്കണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക. ഇവിടെ യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുവാനാണ്. ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കനിയണമേ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കും നടത്തുവാനുള്ളൂ. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒന്നും അവകാശപ്പെടാനില്ല എന്നുള്ള ആ ഒരു ധാരണയിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കണം. ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ വെറും നിസ്സാരരാണെന്നുള്ള ആ ബോധ്യത്തോടെ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മറ്റുള്ള ആളുകളുമായി നമ്മെ തന്നെ താരതമ്യപ്പെടുത്തി ഞാൻ വലിയവനാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കാതെ ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ തീർത്തും നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ മുൻപിൽ എപ്പോഴും എളിമയോടെ ആയിരിക്കുവാനുമൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു കൃപാവരം നമുക്ക് ദൈവം ധാരാളമായി നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.